ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 ഏറ്റവും യൂസ്ഫുൾ ആകുന്ന കുറച്ച് പ്രോഡക്ട്സിനെ പറ്റിയാണ്. അതിൽ സ്കിൻ കെയറും ഉണ്ട്, മേക്കപ്പും ഉണ്ട്. വെൽക്കം ബാക്ക് ടു വീനാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സിനോ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റൈലിംഗ് സർവീസസിനോ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു ഹോൾ വീഡിയോ ആയിട്ട് തോന്നാം, പക്ഷേ ഞാൻ ഇതിൽ ആക്ച്വലി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതും കുറേയൊക്കെ റീപർച്ചേസ് ചെയ്തിട്ടുള്ളതും എന്നാൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന പ്രോഡക്ട്സുമാണ്. ഫസ്റ്റ് തിങ് ആക്ച്വലി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടോണറാണ്. ഇത് എൻ്റെ സ്കിൻ കെയറിൻ്റെ വീഡിയോസിൽ പലപ്പോഴും കാണിച്ചിട്ടുള്ള ഒരു ടോണറാണ്. ഇതൊരു സാലറോണിക് ടോണർ എന്ന് പറയും, SNPയുടെ. അപ്പോൾ ഒരുപാട് പേര് ആക്ച്വലി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ടോണറിൻ്റെ ലിങ്ക് തരുമോ എന്നുള്ളത്. ടോണറിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. ഈ ടോണർ ആക്ച്വലി നൈക്കയിലോ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ വേറെ എവിടെയും കിട്ടില്ല. മാക്രോ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അത് ആക്ച്വലി ഇന്ത്യയിൽ ഡെലിവറി ചെയ്യുന്ന പ്രോഡക്ട്സ് ഡെലിവറി ചെയ്യുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ അതിലാണ് ഇത് കിട്ടുക, ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ആ മാക്രോ എന്ന് പറഞ്ഞ സൈറ്റിൽ ആക്ച്വലി ഒരുപാട് കൊറിയൻ പ്രോഡക്ട്സ് കിട്ടാറുണ്ട്. അപ്പോൾ നല്ലൊരു സൈറ്റുമാണ്, അതിനെ വിശ്വസിക്കാവുന്ന ഒരു സൈറ്റാണ്. ബിക്കോസ് ഞാൻ അതിൽ നിന്ന് ഒരുപാട് തവണ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിവിടുന്ന് വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എത്രത്തോളം ഈ ഒരു ടോണറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അടുത്തതെന്ന് പറയുന്നത് അതേ മാക്രോൺ സൈറ്റിൽ നിന്ന് വാങ്ങിയ ഒരു ലിപ് ടിൻ്റാണ്. ഓക്കെ, ഈ ലിപ് ടിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോൺസിനും സ്യൂട്ടബിൾ ആവുന്ന ഒരു ലിപ് ടിൻ്റാണ്. ഈവൻ നമുക്ക് പിഗ്മെൻറ്റഡ് ലിപ്സ് ഉണ്ടെങ്കിൽ, അതായത് കുറച്ച് ഭാഗത്തൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും ഈ ലിപ് ടിൻറ്റ് ഇട്ടാൽ അതൊക്കെ അതിനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുകയോ അല്ലെങ്കിൽ അത് കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യുകയോ ഒന്നുമില്ല. നല്ല ഭംഗിയിൽ ഇതിരിക്കും. ഈ ലിപ് ടിൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മോയ്സ്ചറൈസിങ്ങുമാണ്. ഇത് വാട്ടർ ബെയർ ടിൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആക്ച്വലി ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടു, ഇതിൻ്റെ വോണ്ടൊക്കെ ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉള്ളത്. ഇത് ഞാനിവിടെ ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഭയങ്കര ക്രീമി എന്നാൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. ലിപ്പിലും ചീക്കിലും കുറേ നേരം ലാസ്റ്റ് ചെയ്യും. റെയർ ബ്യൂട്ടിയുടെ ലിപ്പ് ഓയിലിനൊക്കെ പകരമായിട്ടൊരു ഓൾട്ടർനേറ്റീവ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ടിൻ്റാണിത്. ഇത് ആക്ച്വലി മാക്രോൺ സൈറ്റിൽ മാത്രമേ ഇതും കിട്ടുള്ളൂ, വേറെ എവിടെയും കിട്ടില്ല. പെരിപ്പെറയുടെ വാട്ടർ ബെയർ ടിൻ്റാണ്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി ആക്ച്വലി എനിക്ക് കാണിക്കാനുള്ളത് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ റിവലയുടെ വൈറ്റമിൻ സി സിറമാണ്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി സിറം ആയിരുന്നു. അത് കഴിഞ്ഞു ഏകദേശം. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തത് പർച്ചേസ് ചെയ്തത് കുറച്ച് കുഴപ്പമില്ലാത്ത റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ശരിക്കും എന്താ പറയുക, നമ്മളുടെ ഫാൻസി ബ്രാൻഡ്സ് ഒന്നും അല്ല. അതായത് മിനിമലിസ്റ്റോ ഡെർമാക്കോയോ അങ്ങനെ നോർമലി കാണുന്ന ബ്രാൻഡ്സ് ഒന്നുമില്ല. ഇതൊരു മെഡിക്കേറ്റഡ് ബ്രാൻഡിൻ്റെയാണ്. അത് മെഡിക്കൽ ബ്രാൻഡാണ്, സിപ്ലയുടെ ആണ്. ഞാനിത് യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി നല്ല റിസൾട്ട് തന്നെയാണ് ഉള്ളത്. ഇത് 10 ml 299 ആണ് ഇതിൻ്റെ റേറ്റ്. ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഓഫേഴ്സിലൊക്കെ കിട്ടും. ആൻഡ് ഓൾസോ 30 ml വരെയാണെങ്കിലും ഒരുപാട് റേറ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു ഡോട്ട് ആൻഡ് കീയുടെ ആ ഒരു സിറത്തേക്കാളും കുറച്ചും കൂടെ റേറ്റ് കുറവാണ് ഇതിന്, എന്നാൽ നല്ല എഫക്റ്റീവുമാണ്. ഇനി അടുത്തത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡ് സിറം ആയിരുന്നു. നല്ല സിറമാണത്, നല്ല എഫക്റ്റീവായൊരു സിറമാണ്. പക്ഷേ അതെൻ്റെ ഏകദേശം അത് കഴിഞ്ഞ് കുറേ നാളായിട്ട് ആ ഒരു സിറം തന്നെയാണ് റീപർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരെണ്ണം പുതിയൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം, വേറൊരു ബ്രാൻഡിൻ്റെ. അങ്ങനെ നോക്കിയിട്ട് ഡോട്ട് ആൻഡ് കീയുടെ സീക്ക ആൻഡ് സാലിസിലിക് ആസിഡിൻ്റെ ചേർന്നിട്ടുള്ള പ്ലസ് സിങ്ക് അത് ചേർന്നിട്ടുള്ള ഒരു സ്കിൻ ക്ലാരിഫയിങ് സിറമാണിത്. എനിക്ക് ആക്ച്വലി ഡോട്ട് ആൻഡ് കീയുടെ സിറത്തെക്കാളും കുറച്ചും കൂടി എനിക്ക് ഇതിൻ്റെ ഫോമുലേഷൻ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇത് ഭയങ്കര വാട്ടറിയാണ്. കണ്ടോ, ഇതിന് അത്രയും വാട്ടറി ടെക്സ്ചറാണ്. ആൻഡ് ഞാനിത് കുറച്ച് നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല എഫക്റ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. വേറെ ബ്രേക്ക് ഔട്ട്സോ കാര്യങ്ങളോ ഒന്നും എനിക്കിതുകൊണ്ട് ഉണ്ടാക്കുന്നില്ല. ആൻഡ് ഓൾസോ ഇതിൽ സീക്ക ഉള്ളതുകൊണ്ട് സ്കിന്നിനെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അത്ര ഇറിറ്റേഷൻ ഒന്നും ഇല്ലാതെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. സോ നല്ല ഫോമുലേഷനാണ്. ഇതുവരെ സാലിസിലിക് ആസിഡ് ഒക്കെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നൊരു പ്രൊഡക്റ്റ് ആക്ച്വലി എനിക്കതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല എന്ന് പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റാണ്. അത്ര അടിപൊളി പ്രൊഡക്റ്റാണ് ഇത്. വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്.
ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഔട്ടർ പാക്കേജിംഗ് ഒക്കെ എവിടെയോ കളഞ്ഞു, ബിക്കോസ് ഇത് വന്നിട്ട് അപ്പം തന്നെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ ഇത് നല്ല ഹൈഡ്രേഷൻ തരുന്ന ലിപ് ബാമാണ്. എന്നാൽ നമ്മളുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ കുറച്ചൊക്കെ സഹായിക്കും. ഓൾസോ ഇതിൽ SPF ഉണ്ട്, എന്നാൽ ഇതിനൊരു ടിൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ നോർമലി ലിപ് ബാം ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോസി ഫിനിഷ് അല്ലേ ഇരിക്കുക, അങ്ങനെ ഒരു ഗ്ലോസി ഫിനിഷ് അല്ല. ഇതിടുമ്പോൾ ഹൈഡ്രേഷൻ ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു എന്താ പറയുക ഭയങ്കര ഗ്ലോസി ആയിട്ടിരിക്കത്തില്ല, ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ് സെറ്റിലാവുന്നത്. പക്ഷേ ഇത് നല്ല നല്ല ഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്, അത്ര നല്ലതാണ്. കണ്ടോ, ഇതിനൊരു ടിൻ്റ് ഉണ്ട്. അപ്പോൾ ലിപ്പിൽ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം തന്നെ നല്ല ഡ്രൈ ചാപ്ഡ് ലിപ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇത് സെറാമൈഡ്സും കൂടെ ഉണ്ട്. സോ നമ്മുടെ ലിപ്പിൻ്റെ ബാരിയർ ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ലിപ് ബാമാണ്. ഇതിൻ്റെ ഒരു വേരിയൻറ്റും കൂടി ഉണ്ട്, അതായത് ടിൻ്റ് ഇല്ലാത്ത. അപ്പോൾ ടിൻ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ നോൺ ടിൻറ്റഡ് വേർഷൻ യൂസ് ചെയ്യാം. ഓൾസോ അതിൻ്റെ നോൺ ടിൻറ്റഡ് വേർഷൻ ആണുങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്, ബിക്കോസ് അത്രയും ഹൈഡ്രേഷൻ തരുന്ന എന്നാൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന ഒരു നല്ല ലിപ് ബാമാണ്. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഒരു സൺസ്ക്രീൻ സ്പ്രേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര മഴയാണെങ്കിലും സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകാൻ പാടില്ല എന്നുള്ളത്. ഓൾസോ ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ ഒരു 4 hours അല്ലെങ്കിൽ 6 hours കഴിയുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ മേക്കപ്പിൻ്റെ പുറത്ത് കൂടെയൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ പോലും ഫൗണ്ടേഷനൊക്കെ അത് മൂവ് ചെയ്യും. എന്തിട്ട് കഴിഞ്ഞാലും അത് മൂവ് ചെയ്യും. മേക്കപ്പിൻ്റെ പുറത്ത് കൂടി അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൺസ്ക്രീൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സൺസ്ക്രീൻ സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ്. കുറേ അധികം സൺസ്ക്രീൻ സ്പ്രേ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയ ഈ ഡെർമാക്കോയുടെ പ്രോഡക്റ്റാണ്. SPF 50 ആണ്. ഡെർമാക്കോയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നല്ല പ്രോഡക്റ്റാണ് അവരുടെ. ഇതിൻ്റെ ആപ്ലിക്കേഷനും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇങ്ങനെ സ്പ്രേ പോലത്തെ ബോട്ടിലാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ വൈറ്റ് റെസിഡ്യൂ ഒന്നും കാണത്തില്ല, എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. നമ്മൾ ടയേർഡായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ഇത് ആക്ച്വലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക പെട്ടെന്നൊരു ഫേസിനൊരു ഉണർവ് പോലെ തോന്നും, ഒരു ക്ഷീണം മാറിയതുപോലെ അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഇത് ആക്ച്വലി ഹെൽപ്ഫുള്ളാണ്. ഇതിനധികം റേറ്റും ഇല്ല, ബിക്കോസ് നമ്മൾ നോർമലി വാങ്ങുന്ന സൺസ്ക്രീനിൻ്റെ പോലെ അഫോർഡബിൾ റേറ്റേ ഇതിനുള്ളൂ. പിന്നെ അടുത്തതായിട്ട് കാണിക്കാനുള്ളത് ആക്ച്വലി ഇത് കുറച്ച് എക്സ്പെൻസീവ് പ്രൊഡക്റ്റാണ്. അതായത് ഒരു 2500 രൂപയോടൊക്കെ അടുപ്പിച്ച് വരും. ഇതൊരു 10 ml പ്രൊഡക്റ്റാണ്. എനിക്ക് അണ്ടർ ഐ പ്രൊഡക്ട്സിനോട് കുറച്ചൊരു ഒബ്സഷൻ ഉണ്ട്, ബിക്കോസ് എൻ്റെ സ്കിന്നിലെ ഏറ്റവും എനിക്ക് പ്രശ്നം തോന്നുന്ന ഏരിയ എപ്പോഴും അണ്ടർ ഐ ആണ്. എനിക്കുള്ളത് ഒരു സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾ പോലെയാണ്, ബിക്കോസ് എൻ്റെ ഫേസ് അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അണ്ടർ ഐയുടെ പ്രൊഡക്റ്റിനകത്താണ് എപ്പോഴും കുറച്ചധികം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഈ പ്രൊഡക്റ്റ് ഓർഡിനറിയുടെ ഒരു മൾട്ടി പെപ്റ്റൈഡ് ഐ സിറം എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അണ്ടർ ഐ മിലിയ ഒക്കെ ഉള്ളവരുണ്ടല്ലോ, അതായത് ചെറിയ ബംസ് പോലെ ഇവിടെ വരുന്ന, ചെറിയ തരി പോലെ ഇവിടെ വരുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക്, ടീനേജേഴ്സിനോ അല്ലെങ്കിൽ ഒരു 20 വയസ്സ് താഴെയുള്ളവർക്കോ ഒരു 25 വയസ്സ് താഴെയുള്ളവർക്കോ ഒന്നും ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കുറച്ചും കൂടെ ഒരു ആന്റി ഏജിങ് ബെനിഫിറ്റ് കിട്ടുന്നതാണ്, ബിക്കോസ് മൾട്ടി പെപ്റ്റൈഡ് ഐ സിറം ആണ്. ഇതിന്റെ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഇട്ടാൽ അറിയുക കൂടിയില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അപ്പം തന്നെ നമുക്കൊരു സൂതിങ് എഫക്റ്റ് കിട്ടും. അപ്പം തന്നെ നമുക്ക് എന്തോ ഒരു ചെറിയ ചേഞ്ച് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അത് മാനസികമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് സോഫാർ ഇത് യൂസ് ചെയ്തതിൽ നിന്ന് എനിക്ക് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ അണ്ടർ ഐ ഒക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിയതുപോലെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് വിഷ് കെയറിൻ്റെ അണ്ടർ ഐ സിറം, അത് ഭയങ്കര നല്ലതാണ്, അത് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ മിനിമലിസ്റ്റിൻ്റെ ഒരു വൈറ്റമിൻ K അണ്ടർ ഐ ക്രീം ഉണ്ട്, അതും നല്ലതാണ്. പ്ലമ്മിൻ്റെ വൈറ്റമിൻ സിയുടെ ഒരു അണ്ടർ ഐ ക്രീമുണ്ട്, അതും നല്ലതാണ്. ഇത് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഭയങ്കര സ്റ്റബോൺ ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾ ഉള്ളവർക്ക്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക് ഒക്കെ ഏറ്റവും നല്ലതായിരിക്കും ഈ ഒരു പെപ്റ്റൈഡ് സിറം.
അടുത്തത് നിങ്ങളെ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന പ്രോഡക്റ്റാണ്. ഇത് പാക്കിൻ്റെ ഡ്യുവൽ ഫോൾഡ് ലിക്വിഡ് ജെൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജെൽ ഐലൈനേഴ്സ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ, ഐഷാഡോയിൽ നിന്ന് നമുക്ക് ഐഷാഡോ കുറച്ച് ക്രീമി ആക്കിയിട്ട് നമുക്ക് ഐലൈനർ പോലെ പല കളറിൽ വരയ്ക്കണമെങ്കിൽ, അങ്ങനെയുള്ള സമയത്തൊക്കെ എന്ത് പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റിനെ കുറച്ചും കൂടി കട്ടി കുറഞ്ഞതാക്കുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ ഒരു 3 ഡ്രോപ്പൊക്കെ ഒഴിച്ചാൽ ഏത് ലിക്വിഡ് ലിപ്സ്റ്റിക്കും, കട്ടിയായിട്ടിരിക്കുന്ന ഏത് ലിക്വിഡ് ലിപ്സ്റ്റിക്കും, മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒന്നും തീർന്നിട്ടല്ല നമ്മൾ യൂസ് ചെയ്ത് നിർത്തുന്നത്, അത് കട്ടിയായി പോകുമ്പോഴാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അതിന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഡ്രോപ്പർ. ഈ ഡ്രോപ്പർ ഇങ്ങനെ വെക്കുമ്പോൾ 2-3 ഡ്രോപ്പ് മതി. 2-3 ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് തനിയെ അത് കുറച്ചും കൂടി ലിക്വിഡിഫൈ ആയി അത് വരും. അങ്ങനെ മൾട്ടി പേർപ്പസ് ആയിട്ടുള്ളതാണ് ഇത്. നമ്മളുടെ എന്ത് സാധനം, ഇപ്പോൾ ജെൽ ഐലൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം, അത് പെട്ടെന്ന് കട്ടിയായി പോവും. ഓൾസോ ലിക്വിഡ് ഐലൈനേഴ്സിന് ഇത് വർക്ക് ചെയ്യും. പിന്നെ ക്രീമി പ്രോഡക്റ്റ് കുറച്ച് കട്ടിയായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിന് ഇത് വർക്ക് ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് ആവശ്യമില്ലാത്തവർ ആരും ഉണ്ടാവില്ല, അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇനി എനിക്ക് കാണിക്കാനുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐഷാഡോ പാലറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മിക്കവരും കൺസൾട്ടേഷനൊക്കെ എടുക്കുന്നവരാണെങ്കിലും അവർ ബേസിക് ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പാലറ്റാണിത്. ഞാനും കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാലറ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ ആ പാലറ്റ് ആക്ച്വലി പൊട്ടിപ്പോയി, അതായത് അതിൻ്റെ അതിൻ്റെ ടോപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ടോപ്പ് പൊട്ടിപ്പോയതുകൊണ്ട് എനിക്ക് എവിടെ അത് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്. എനിക്കൊരു വലിയ പാലറ്റ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഞാൻ എപ്പോഴും ഈ പാലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. ഈവൻ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നതും ഈ പാലറ്റിൽ നിന്ന് തന്നെയാണ്. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡും അങ്ങനത്തെ പിഗ്മെൻറ്റഡ് സാധനങ്ങളും ആണ് ഇതിനകത്തുള്ളത്. ഈ ഷെയ്ഡൊക്കെ കണ്ടു, ഈ ഷെയ്ഡ് ഒരു കുറച്ചൊരു പ്ലം ഷെയ്ഡ് പോലെയുള്ളൊരു ഷെയ്ഡ്. പ്ലം അല്ല, ഇതൊരു ഗ്ലിറ്ററി ഷെയ്ഡും കൂടിയാണ്. ഈ ഗ്ലിറ്ററി ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബാം കൺസിസ്റ്റൻസിയിലുള്ള ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്തു പോകാവുന്നതാണ്. ബിക്കോസ് ഈ ഒരു കളർ ടോൺ ആയതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഡാർക്ക്നെസ്സിനെ കുറച്ച് ക്യാൻസൽ ഔട്ട് ചെയ്യും. ആൻഡ് ഓൾസോ അത് കുറച്ച് താഴെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടും ഇരിക്കും, ബിക്കോസ് അതിനകത്ത് ചെറിയ ഷിമ്മർ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ എന്താ പറയുക, കണ്ണധികം എഴുതാനൊന്നും ഇഷ്ടമില്ലാത്തപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഐഷാഡോയും പ്ലസ് ഈ ഒരു ഐഷാഡോയുടെ കൊണ്ട് താഴത്തെ ഔട്ടർ കോർണറും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യുക. അത്രയും ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് ഇതിൽ. ന്യൂട്രൽ ഷെയ്ഡ് പോലെ ഉള്ളതുണ്ട്, ന്യൂട്രലാക്കി ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. ലൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളതുണ്ട്. ബ്രൗൺ ഉണ്ട്, നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്രയും നല്ല പ്രോഡക്റ്റാണ്. ഇതിനൊരു 200-249 ഒക്കെ ഈ ഒരു പാലറ്റ് കിട്ടും. നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. ഇനി കാണിക്കാനുള്ളത് 3 ലിപ്പ് ലൈനേഴ്സാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ലിപ്പ് എങ്ങനെയാണ് ലൈൻ ചെയ്തിട്ട് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി വെക്കുക എന്നുള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മൾ ഷാർപ്പൻ ചെയ്യണം എപ്പോഴും. അതായത് നമ്മൾ ഷാർപ്പനർ യൂസ് ചെയ്ത് പെൻസിൽ പോലെ ഇരിക്കുന്നതാണ്. അപ്പം നോർമലി ഷാർപ്പനർ യൂസ് ചെയ്ത് അത് ഓരോ തവണയും അതിൻ്റെ നിബ്ബ് ക്ലീൻ ആക്കി വെക്കണം. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് അതേ റേറ്റിലുള്ളതാണ്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെയാണ്. ഇത് മറ്റേ റിട്രാക്റ്റബിൾ ആണ്. റിട്രാക്റ്റബിൾ എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി പ്രൊഡക്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി നല്ല ഗ്ലൈഡ് ഓൺ ചെയ്യുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് കിട്ടുന്ന ഒരു ലിപ്പ് ലൈനറാണ്. ഇതിന് 62 രൂപ എന്തോ ഉള്ളൂ ആക്ച്വലി വില. എൻ്റെ പാക്കേജിങ് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജിങ്ങാണ്. എൻ്റെ കയ്യിൽ 3 കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഷെയ്ഡ്സ് ഒക്കെ ആക്ച്വലി ഉണ്ടെങ്കിൽ, ഈ 3 ഷെയ്ഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ലിപ്സ്റ്റിക്സിനും യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടി ഒരു കൂൾ ടോൺഡ് ഒരു മജന്ത അങ്ങനത്തെ ഒരു ലിപ്പ് ഷെയ്ഡാണ്. ഇതാണ് ആക്ച്വലി ഇന്ന് ഞാൻ ലിപ്പ് ലൈൻ ചെയ്തേക്കുന്നത്. ഇത് വെച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെ 3ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ ലിപ്പ് ലൈൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഈ കളർ ബാറിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ് വൈപ്പ് ഓഫ് ചെയ്താലും ഒരു ടിൻറ്റ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടിൻറ്റ് ലിപ്സിൽ ഉണ്ടാവും. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ലിപ്പ് ഷെയ്ഡ്
നമ്മൾ ആദ്യം ഇട്ട് തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഇത് പുതിയതാണ്, ഇപ്പോൾ പുതിയ പാക്കേജിങ്ങിൽ പൊട്ടിച്ചിട്ട് നമ്മൾ ഇട്ട് തുടങ്ങുന്ന ആദ്യത്തെ സമയം പോലെ അല്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഇരിക്കുക. അപ്പോഴാണ് കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ മുമ്പ് ഇതേ ലിപ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റീപർച്ചേസ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായ, കുറച്ചും കൂടി ഒരു ബെറി ടോണ്ട്, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലുള്ള ജാൻവി കപൂറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ്, അതുപോലത്തെ ഒക്കെ ഒരു കളറ് പോലെ വരും ഇത് കുറച്ച് കഴിയുമ്പോൾ. അതായത് ആദ്യത്തെ യൂസിലൊന്നും കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും, കുറച്ചും കൂടി ഒരു ന്യൂഡ് കാറ്റഗറിയിലായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. പക്ഷേ സ്റ്റിൽ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ഭയങ്കര ബാമി ടെക്സ്ചറാണ്. ഇത് ഒരുവിധപ്പെട്ട എല്ലാ ഇന്ത്യൻ സ്കിൻ ടോൺസിനും ചേരുന്നതുമാണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ എൻ്റെ അടുത്ത് ആരൊക്കെയോ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണെന്ന്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഈ പാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. പാക്കിൻ്റെ ഫൗണ്ടേഷൻ്റെ വേറൊരു പാക്കേജിങ് ആയിരുന്നു ഞാൻ ഇത്ര നാളും യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി അത് കഴിഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഫൗണ്ടേഷൻ കഴിഞ്ഞു. ബിക്കോസ് എനിക്ക് ആ ഫൗണ്ടേഷൻ അത്രയും ഇഷ്ടമായിരുന്നു. ഇത് ഭയങ്കര, ഒന്നാമത് ഇതിന് നല്ല കവറേജ് ഉണ്ട്, രണ്ടാമത്തെ കാര്യം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോറി, ഒന്നാമത്തെ കാര്യം ഇതിന് ഭയങ്കര കവറേജ് ഉണ്ട്, രണ്ടാമത്തെ കാര്യം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, മൂന്നാമത്തെ കാര്യം എൻ്റെ ഷെയ്ഡ് സ്കിൻ ടോണിനോട് മാച്ചായി നിൽക്കുന്നതാണ്, ഒരു ജൂയി ഫിനിഷാണ്. ഫൗണ്ടേഷൻ ഇട്ടതുപോലെയുള്ള ഫിനിഷിലുള്ള ഫൗണ്ടേഷൻസ് എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചിലപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടു എന്നാൽ കവറേജ് ഇല്ല അങ്ങനെ തോന്നുന്ന ഫൗണ്ടേഷനും എനിക്കിഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഈ HD പാക്കിൻ്റെ ഫൗണ്ടേഷൻ. നിങ്ങളിൽ പലരും എനിക്കറിയാം മാക്കിൻ്റെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നവരാവും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മാക്കിൻ്റെ ഫൗണ്ടേഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് ഈ പാക്കിൻ്റെത്. ബിക്കോസ് മാക്കിന് ഒരു പ്രശ്നമുള്ളത് അത് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവും. ഇത് അങ്ങനെ ഓക്സിഡൈസ്ഡ് ആവുന്നതല്ല. ആകെയുള്ളൊരു പ്രശ്നം ഇതിൻ്റെ ഷെയ്ഡ് റേഞ്ച് പലപ്പോഴും കിട്ടുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാ ഏരിയയിലും അല്ലെങ്കിൽ എല്ലാ മോളിലും ഒന്നും ഇത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഓൾഡ് പാക്കേജിൽ എൻ്റെ ഷെയ്ഡ് 1.9 ആയിരുന്നു. ഈ ഫൗണ്ടേഷൻ ആക്ച്വലി കറക്റ്റ് ഷെയ്ഡിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തോളുക. ബിക്കോസ് അത്രയും നല്ല ഫൗണ്ടേഷനാണ്. അടുത്തത് 2 ലിപ്സ്റ്റിക്സ് ആണ്. എന്നോട് ഒരുപാട് പേര് കഴിഞ്ഞ 2-3 വീഡിയോസിൽ ഞാൻ റെഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ടിരുന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ലിപ്സ്റ്റിക് എന്ന്. ലിപ് ഷെയ്ഡ് ചോദിച്ചിരുന്ന ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ലിപ് ഷെയ്ഡ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ ഫേവററ്റ് ഷെയ്ഡാണ്. ലോറിയൽ പാരീസിൻ്റെ ഇൻഫാലിബിൾ മാറ്റ് റേഞ്ചിലെ ലേ റൂച്ച് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത്. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ റീപർച്ചേസ് ആണ്. ബിക്കോസ് ഇത് അത്രയും ബ്യൂട്ടിഫുൾ ഷെയ്ഡാണെന്ന് മാത്രമല്ല, അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര ബട്ടറി ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇട്ടതായിട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലിപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്യും ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിലും. സോ അങ്ങനെ ഞാൻ വാങ്ങുന്ന, വീണ്ടും റീപർച്ചേസ് ചെയ്ത് വാങ്ങുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. അതിൻ്റെ തന്നെ പുതിയ ലോഞ്ചിൽ അവർ ഇറക്കിയിട്ടുള്ള റോസ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഈ ഷെയ്ഡ് ആക്ച്വലി ഒരു പിങ്ക് അണ്ടർടോണിലേക്കുള്ളൊരു ഷെയ്ഡാണെങ്കിലും ഇത് ഭയങ്കര, എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടോൺസിനും ഒരുപോലെ സ്യൂട്ടബിൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. പുതിയ ലോഞ്ചാണ്, നൈക്കയിലൊക്കെ ഇത് അവൈലബിൾ ആണ്, എല്ലാ സ്റ്റോഴ്സിലും ഒന്നും ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ഞാൻ ഇതും ആക്ച്വലി ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ്. എൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ലിപ് ലൈനറും ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടിയാണ് ഇന്ന് ആക്ച്വലി ഇട്ടേക്കുന്നത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് നേരിട്ട് കാണാനാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ. കുറച്ചൊരു പിങ്ക് അണ്ടർടോണാണ്, എന്നാൽ ചെറിയൊരു പീച്ച് അങ്ങനത്തെ ഒരു അണ്ടർടോണും ഉണ്ട്. ഫൈനലി എനിക്ക് കാണിക്കാനുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ റെന്നിയുടെ ഹൈപ്പർ ജെല്ലിൻ്റെ നെയിൽ പോളിഷാണ്. ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് നെയിൽ പോളിഷ് ഇതാണ്, ജെൽ നെയിൽ പോളിഷാണ്. ആരൊക്കെയോ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ആവാൻ വേണ്ടി UV ഫിൽറ്ററിൻ്റെ അടിയിൽ വെക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ UV ലൈറ്റിൻ്റെ അടിയിൽ വെക്കണമെന്നുള്ളത്. ലൈറ്റിൻ്റെ അടിയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് സെറ്റായി കിട്ടും. അതല്ലെങ്കിലും നോർമലി അത് സെറ്റായിക്കോളും, വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനത് നോർമലിയാണ് ഇട്ടേക്കുന്നത്. ഇപ്പം ഞാൻ കയ്യിലിട്ടിട്ടുണ്ട്, അത് നോർമലിയാണ് ഇട്ടേക്കുന്നത്. ആ ഗ്ലേസിങ്ങും ആ ഫോമുലയൊക്കെ എനിക്ക് ഇത് ഭയങ്കര വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു. 134 അത്രയൊക്കെ റുപ്പീസിന് നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. അത്രയും അടിപൊളി പ്രൊഡക്റ്റാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.